അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്തിനാ ഈ കളവ് പറയേണ്ട ആവശ്യം? അപ്പോ ഈ MDMA കേസിലെ പ്രതി മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അത് പരിശോധിക്കണം. ആർക്കൊക്കെയാണ് ബന്ധമെന്നുള്ളത് പരിശോധിക്കണം. കാസർകോട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ജാമ്യം നിന്നു എന്നുള്ള ഉൾപ്പെടെ ഇതിനോട് കൂട്ടി വായിക്കണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ എന്നാ തിരിഞ്ഞു നോക്കട്ടെ. അതൊന്നും അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്റെ ചോദ്യം, എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ കളവ് പറഞ്ഞത്? ഈ നവകേരള സദസ്സിനുമായി ബന്ധപ്പെട്ടാണ് ഈ MDMA കേസിലെ പ്രതിയെ പരിചയപ്പെട്ടതും ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ് ഉടനെ മാധ്യമങ്ങൾ വാർത്ത വരികയാണ്. അതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ഫോട്ടോകളും വീഡിയോകളും മാധ്യമ വാർത്തകളായിട്ട് പുറത്തു വരികയാണ്. അത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പത്രസമ്മേളനങ്ങൾ പറയുന്നത്? കാസർകോട് MDMA കേസിലെ പ്രതിക്ക് ജാമ്യം നിന്ന കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് ഉൾപ്പെടെ ഈ തൂഫാന്റെ അന്വേഷണം പോകുമോ? ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA കേസിലെ പ്രതി ആരൊക്കെയായിട്ട് ബന്ധമുണ്ട് എന്നുള്ള അന്വേഷണം തൂഫാന്റെ ഭാഗമായി നടക്കുമോ? തൂഫാൻ അന്വേഷണം കോൺഗ്രസുമായി ബന്ധമുള്ളവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്ന രീതിയാണെങ്കിൽ തൂഫാനായി പോകും എന്ന കാര്യത്തിൽ സംശയം. അല്ല, ഒക്കെ നമുക്ക് ഒന്ന് പരിശോധനയ്ക്ക് വിധേയാക്കട്ടെ, എല്ലാം പരിശോധിക്കട്ടെ. ഓക്കെ. മെറ്റയുടെ കാർഡുമായി ബന്ധപ്പെട്ടിട്ടേ പല കാർഡുകളും ഡിലീറ്റ് ചെയ്തിരുന്നു. അപ്പം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ച് പൊക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ടെന്ന്. അല്ല, മെറ്റ വെറുതെ ഡിലീറ്റ് ആക്കില്ലല്ലോ. കേരളത്തിലെ സർക്കാരിനെ നയിക്കുന്നവരുടെ താല്പര്യത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇടപെടാതെ മെറ്റ പോലുള്ളൊരു സംവിധാനം ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊക്കെ ഭാവിയിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന പല കാര്യങ്ങളും അതിലൊക്കെ ഉണ്ട്.